ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ഡേ ആണ്. എല്ലാ പ്രണയിക്കുന്നവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. ഇന്ന് വാലൻറ്റൈൻസ് ഡേ കൂടി മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിലും രാവിലെ തന്നെ ചേട്ടായി ജോലിക്ക് കേട്ടോ. പിന്നെ ഞാനും അമ്മൂസും മാത്രമേ ഉള്ളൂ. അമ്മൂസ് എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ എൻ്റെ ജോലികൾ ഇതൊക്കെയാണ്. എൻ്റെ ചെടികളെ നോക്കുക, അതിൽ പൂ വന്നോ, കായ് വന്നോ, ഇലകൾ കൊഴിഞ്ഞു, അങ്ങനെയൊക്കെ നോക്കുക, അവർക്ക് ഇത്തിരി വെള്ളമൊക്കെ ഒഴിക്കുക. അതൊക്കെയാണ് എൻ്റെ രാവിലത്തെ ജോലികൾ കേട്ടോ. അപ്പോൾ ഇത്തിരി കോളമുള്ളൂ കേട്ടോ, കുറച്ച് പൂവേ ഇവിടെ ഉള്ളൂ. അതിന് ശേഷം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ എൻ്റെ മുടി നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. ടെൻഷൻ മാത്രമല്ല, തൈറോയ്ഡ് നല്ല കൂടുതലാണ്. 150ൻ്റെ ഗുളികയാണ് ഞാൻ തൈറോയ്ഡിൻ്റെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ കുറച്ച് അധികം മുടികൾ ഇങ്ങനെ നരച്ച് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ 2 സൈഡിൽ കെട്ടുമ്പോൾ ഒരു സൈഡിൽ വരുന്ന മുടിയേ ഇപ്പം എനിക്ക് മൊത്തത്തിലുള്ളൂ. അപ്പോൾ അത്രയും മുടി തന്നെ എനിക്ക് കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത് ഭയങ്കര സങ്കടമാണ്. പിന്നെ ഇങ്ങനെ വിടർത്തിയൊക്കെ ഇടുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഈ എണ്ണ നമ്മളുടെ പരിചയത്തിൽ ചേട്ടായുടെ കൂട്ടുകാരനുണ്ട്. പുള്ളിയുടെ ഭാര്യയാണ് ആ എണ്ണ കാച്ചി തന്നെ കേട്ടോ. ചേച്ചി ഇങ്ങനെ ആ എണ്ണ കാച്ചി പുരട്ടിയിട്ട് തലയിൽ നരച്ച മുടികളൊക്കെ കറുത്തു എന്ന് പറഞ്ഞു. നല്ല രീതിയിൽ മുടി വളർന്നു. പിന്നെ മുടി കൊഴിച്ചിലില്ല എന്ന് പറഞ്ഞു. ഞാൻ കാച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ കിട്ടുന്നില്ല. അപ്പം ഞാൻ ചേച്ചിനോട് പറഞ്ഞാൽ എനിക്കും കൂടി കുറച്ച് കാച്ചി തരാൻ പറഞ്ഞു. അപ്പോൾ 1/2 കിലോ എണ്ണ വാങ്ങിച്ചു കൊടുത്തിട്ടോ. അങ്ങനെ എനിക്ക് കാച്ചി തന്നായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞു കുപ്പിയിൽ ഇങ്ങനെ നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുപ്പിയിൽ മാറ്റി വെച്ചു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞത് സ്കാൽപ്പിൽ നമ്മുടെ തലകുട്ടിയിൽ മാത്രം നന്നായിട്ട് തേച്ച് പുരട്ടി നന്നായിട്ട് മസാജ് ചെയ്യണം. മസാജ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നല്ല രീതിയിൽ മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയുടെ തുമ്പത്തും കൂടി കുറച്ച് എണ്ണ പുരട്ടിയിട്ട് തുമ്പ് ആദ്യം കെട്ടിയിട്ട് മൊത്തം ഇങ്ങനെ നമ്മൾ അമ്മക്കെട്ട് കെട്ടില്ല, അതുപോലെ ഇങ്ങനെ മൊത്തം പിടിച്ച് മുടി കെട്ടി വെക്കാൻ പറയും. പക്ഷേ എനിക്കങ്ങനെ മൊത്തത്തിലൊന്നും കെട്ടി വെക്കാൻ പറ്റിയില്ല. നല്ല രീതിയിൽ മസാജ് ചെയ്ത് മുടിയൊക്കെ കൂട്ടി കെട്ടി വെച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ പുറകിലേക്കാണ്, നമ്മുടെ വീടിൻ്റെ പുറക് സൈഡാണ് കേട്ടോ. ആകെ കാട് പോലെയാണ് ഞാനിവിടെ ചെടികളൊക്കെ നട്ട് വെച്ചേക്കുന്നത് കേട്ടോ. നമ്മളിവിടെ നിന്ന് വീട് മാറും കേട്ടോ. ഒരു 1.5 മാസം 2 മാസത്തിനുള്ളിൽ നമ്മൾ വീട് മാറും. കാരണം ഇവിടെ എന്തോ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു സങ്കടം. നമ്മൾക്ക് ഓണർ കുഴപ്പമില്ല, നമ്മുടെ അയൽവക്കക്കാർ ഇത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ ചെടികൾ നട്ടെന്ന് വെച്ച് വീട് മാറാണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചു. കിറ്റിലൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകും കേട്ടോ. വാടകയ്ക്കാണെങ്കിലും ഞാനത് കൊണ്ടുപോകും. അപ്പോൾ അതെന്താണെന്നൊന്ന് പറയണേ. ആ മഞ്ഞ പൂവുള്ള ആ ചെടി മത്തങ്ങയാണോ എന്തോ എനിക്കൊരു ഡൗട്ട്. അപ്പോൾ ഞാൻ ചെടികൾക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡ്രമ്മിൽ ഇങ്ങനെ വെള്ളം എടുത്ത് വെക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് വെള്ളമില്ലാത്ത സമയങ്ങളിൽ ഈ ഡ്രമ്മിൽ നിന്ന് ഇങ്ങനെ എടുത്തൊഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ഡ്രമ്മിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളമൊക്കെ എടുത്ത് എല്ലാ ചെടികൾക്കും നന്നായിട്ട് ഒഴിക്കും കേട്ടോ. ചീരക്കൊക്കെ നല്ല വെള്ളം വേണമല്ലോ. ഇത് നമ്മളുടെ ഇപ്പുറത്തെ സൈഡിൽ, വീടിൻ്റെ മറ്റേ സൈഡിലെ ചീരകൃഷിയാണ് കേട്ടോ. ഇപ്പോൾ നല്ല രീതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ വളർന്നൊക്കെ നിൽക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊന്നും ഞങ്ങളുടെ അയൽവക്കക്കാർക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. കാരണം വാടകയ്ക്ക് കിടക്കുന്ന ഒരു കൃഷി ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. എന്നെങ്കിലും ഞങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് പറമ്പ് വാങ്ങുമെന്നുള്ള ഒരു സമാധാനത്തിലാണ്. ചേട്ടായും അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരു ദിവസം പോലും ലീവ് എടുക്കാണ്ട് ഇങ്ങനെ ചേട്ടായി ജോലിക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഒരു ജോലി വാങ്ങിച്ചെടുക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ചെടിക്കും നല്ല രീതിയിൽ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇവർക്ക് കുറച്ച് ജൈവവളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജൈവവളം ഇട്ട് കൊടുത്തതിന് ശേഷം ഇന്നാണ് രാവിലെ വെള്ളം ഒഴിക്കുന്നത്. വൈകുന്നേരം വളം ഇട്ട് കൊടുത്തു. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ചില ചീരയൊക്കെ ഇങ്ങനെ താന്ന് വീണൊക്കെ കിടക്കുമല്ലോ. അപ്പോൾ അവരെയൊക്കെ പരിചരിക്കണം. എനിക്ക് ഭയങ്കര ഇത് മറ്റുള്ള അപ്പുറമുള്ളവരൊക്കെ എണീക്കുന്നതിന് മുമ്പേ രാവിലെ തന്നെ ഞാൻ ഈ ചീരക്കൊക്കെ വെള്ളം ഒഴിക്കോട്ടെ. കാരണം ഞാൻ ഒഴിക്കുന്ന കാണുമ്പോൾ അവരെ നമ്മളെ കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് വർത്താനമൊക്കെ പറയും. എനിക്കെന്തോ അതൊക്കെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ രാവിലെ മറ്റുള്ളവരൊക്കെ റോട്ടിലോട്ടൊക്കെ ഇറങ്ങുന്ന സമയം അത് കണ്ടോ, ഞാനിവിടെ കൃഷി ചെയ്യുന്ന കണ്ടിട്ടാണ് അവരപ്പുറത്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ. തൊഴിലുറപ്പുകാരാണ് അപ്പുറത്ത് കപ്പ നട്ടത്. എന്നാലും അവരിപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവരും എന്നോടുള്ള വാശിക്ക് അപ്പുറത്തും ഭയങ്കര വാശിക്കൃഷിയാണ്. എന്തോ ആയിക്കോട്ടെ, ആൾക്കാർക്ക് നല്ല ഭക്ഷണം കഴിക്കാമല്ലോ. വാശിക്കായാലും ഇപ്പോൾ നമുക്കായാലും നല്ല ചീര കഴിക്കാം, അവർക്കായാലും അവരെന്തെന്നാണ് നടുന്നത് അത് നല്ല ഫ്രഷായിട്ട് നമുക്ക് കഴിക്കാമല്ലോ. വാശിയായാലും എന്തായാലും വിഷയമില്ല. നമ്മളെന്തായാലും 2 മാസത്തിനുള്ളിൽ നമ്മൾ ഇവിടുന്ന് വീട് മാറും.
അപ്പോൾ ചീര നട്ടാൽ വിഷയമില്ല, നമ്മൾ പറിച്ചെടുക്കുമല്ലോ. 45 ദിവസം കഴിയുമ്പോഴേക്കും നമ്മളത് പറിച്ചെടുക്കുമല്ലോ. പോണതിന് മുമ്പ് ഇവരെയൊക്കെ പറിച്ച് നമ്മൾ കറി വെച്ച് കഴിച്ചിട്ടുണ്ടാവും. ഇവർക്കൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അമ്മൂസ് നല്ല ഉറക്കമാണ്. അപ്പോൾ ചേട്ടായി വരുന്നതിന് മുമ്പ് ചേട്ടായി എന്നോട് പറഞ്ഞു വൈകുന്നേരം എല്ലാ ജോലിയും തീർത്ത് വെക്കണം, നമുക്ക് വൈകുന്നേരം പുറത്തോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മൂസിനെയും കൂട്ടി പാർക്കിൽ പോയിട്ട് കഴിഞ്ഞ ആഴ്ച അമ്മൂസിൻ്റെ ഒരു കമ്മൽ പോയതേ ഉള്ളൂ. അപ്പോൾ ഈ ആഴ്ച ഇനി പാർക്കിൽ പോകണ്ട, നമുക്ക് ബീച്ചിൽ പോകാമെന്ന് ഞാൻ തന്നെ പറഞ്ഞു കേട്ടോ. ബീച്ചിൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആ വെള്ളത്തിലൊക്കെ അങ്ങനെ കളിക്കുമ്പോഴേ അമ്മൂസിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ബീച്ചിൽ പോക്കെന്ന് പറയുമ്പോൾ. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ വീണ് കിടക്കുന്ന ചീരകളുണ്ടാവുമല്ലോ, അതിനെയൊക്കെ നല്ല രീതിയിൽ പരിചരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഇങ്ങനെ ചീരയുടെ ഇല തിന്നാനൊക്കെ കുറേ പ്രാണികളൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മരുന്നൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യണം. മരുന്നെന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ വെളുത്തുള്ളിയും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഇല തിന്നുന്ന ആ ഒരു പ്രാണി ഉണ്ടാവില്ല. ചീരക്കൊക്കെ വെള്ളം ഒഴിച്ചു, ചെടിക്കൊക്കെ എല്ലാ ചെടികൾക്കും വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അടുക്കള മുറ്റൊന്ന് പയ്യൊന്ന് ക്ലീൻ ചെയ്തിടും. കുറച്ച് ഇലകളുണ്ടാവും, ഇപ്പോൾ നല്ല രീതിയിൽ ഇലകൾ വീഴുന്ന സമയമാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. എനിക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് വീടിനകത്ത് കയറാം. അമ്മൂസിന് നഴ്സറിയിൽ പോകാനായിട്ട് കുറച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, കുറച്ച് ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കും സവാളയും എല്ലാവരും കൂടി ചേർത്ത് കുറച്ച് മയോണൈസൊക്കെ ചേർത്ത് ബട്ടറൊക്കെ ചേർത്ത് അമ്മൂസിനെ ബ്രെഡിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ഇതെല്ലാം ഇഷ്ടമാണ്. ഈ പിന്നെ ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ വെറുതെ കൊടുത്താൽ അവൾ വെറുതെ കഴിക്കും. അപ്പോൾ രാവിലെ തന്നെ ഇത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അധികം മയോണൈസൊന്നും എനിക്ക് വീട്ടിൽ മയോണൈസ് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. നമ്മൾ മറ്റേ എന്താണ് മന്തി ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീട്ടിൽ മയോണൈസ് ഉണ്ടാക്കിയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് നമ്മൾ നേരത്തെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂസ് ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിട്ടോ. പിന്നെ ആള് പഠിക്കലാണ്, ടീച്ചറെ പോലെ ഇങ്ങനെ ABCD ഇങ്ങനെ എഴുതിയൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരങ്ങളിൽ മതിലിൽ. അപ്പോൾ എന്നെ പഠിപ്പിക്കലാണ്. പിന്നെ കുറേ ഡോറകളെയൊക്കെ പാവനെയൊക്കെ കട്ടിലിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾ ഭയങ്കര പഠിപ്പിക്കലാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് നഴ്സറി കൊണ്ടാക്കാൻ പോവാണ്. നഴ്സറി പോണേനല്ലേ സുന്ദരനായിട്ട്? നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ ഇനി പോവാം നമുക്ക്. അപ്പോൾ അമ്മൂസിനെ നഴ്സറിലൊക്കെ കൊണ്ടാക്കി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. ഇനി വേഗം ജോലിയൊക്കെ തീർത്ത് വെക്കണം. ചേട്ടായി വന്ന് കഴിഞ്ഞ് നഴ്സറിയിൽ നിന്ന് അമ്മൂസിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് ബീച്ചിൽ പോകണം. പിന്നെ ചോറൊക്കെ കഴിച്ചു വൈകുന്നേരമായിട്ടോ. വൈകുന്നേരമായപ്പോൾ ആൾ യാത്രയിൽ നിൽക്കുകയാണ്. നഴ്സറിയിൽ നിന്ന് വന്നു. പിന്നെ ഞാനും അമ്മൂസും ചേട്ടായും കൂടി യാത്രയിൽ നിൽക്കുകയാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ച് ഒരുവിധം സന്ധ്യ ആയിട്ടോ. നമ്മൾ ഒരുപാട് വൈകി കടപ്പുറത്ത് പോകാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴാണ് ചേട്ടായിക്ക് ചെരുപ്പ് കഴുകുന്ന ജോലി. അമ്മൂസിന് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട്. കുറേ നേരം യാത്രയിൽ നിൽക്കുന്നത് കേട്ടോ. അവസാനം നമ്മളെല്ലാം കഴിഞ്ഞിട്ടാണ് ചേട്ടായി ചെരുപ്പ് കഴുകാൻ ഇറങ്ങി. അപ്പോൾ അമ്മൂസ് നോക്കി നിൽക്കുന്നുണ്ട്. ഭയങ്കര ദേഷ്യം. ഇപ്പോഴായി പിന്നെ അമ്മൂസിന് ഭയങ്കര ദേഷ്യമാണ്. നമ്മൾ പറഞ്ഞാൽ പറഞ്ഞോടത്ത് നിൽക്കാത്തൊരു സ്വഭാവമാണ്. വലുതാകുമ്പോൾ ചിലപ്പോൾ ശരിയാകുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളധികം തല്ലേ ചീത്ത പറയുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി നമ്മളുടെ സ്കൂട്ടിക്ക് നമ്മൾ പോവാണ് കേട്ടോ. ഇന്നത്തെ എന്തോ വല്ലാത്തൊരു സന്തോഷമുണ്ട്. ചേട്ടായിയും എനിക്കും അമ്മൂസിനൊക്കെ ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ. എന്നാൽ ഈ സന്തോഷം ഇങ്ങനെ നിലനിൽക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. സൂര്യൻ ഇപ്പോഴേ അസ്തമിക്കാറായിട്ടുണ്ട്, നല്ല ഓറഞ്ച് കളറായിട്ടുണ്ട്. നമ്മളുടെ വീട്ടിൽ നിന്ന് ബീച്ചിലേക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂറത്തെ യാത്രയോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടാ നല്ല സ്പീഡിന് പോകുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ കുറച്ചങ്ങ് പോകുമ്പോൾ ഉള്ള പാടാണ്, നെൽപ്പാടങ്ങളാണ് കേട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്ക് എറണാകുളമാണ് ഓർമ്മ വരുന്നത്. എൻ്റെ വീടിൻ്റെ ചുറ്റിനും ഇങ്ങനെ നെൽകൃഷിയും പാടങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓടി നമ്മൾ എത്തി. അപ്പോഴേക്കും സൂര്യനൊക്കെ അസ്തമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടി ഓടി നമ്മൾ ബീച്ചിലെത്തിയപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഹാർബറാണ് കേട്ടോ. ഇപ്പോൾ മീനൊന്നും ഇല്ല അവിടെ ഒന്നും, കടലിലൊന്നും മീനില്ലാത്തതുകൊണ്ട് ബോട്ടുകാരൊന്നും പോകുന്നില്ല. അതുകൊണ്ട്
അതുകൊണ്ട് ഹാർബറിൽ മീനൊന്നുമില്ല. പക്ഷേ സൂര്യനൊക്കെ പോയ വഴി പോയി, അവിടെ ആരുമില്ല. ഏകദേശം നല്ല രീതിയിൽ വൈകിട്ടുണ്ടായിരുന്നു നമ്മൾ കേട്ടോ. കടലിലാണ് എത്തണേന്ന് ഇറങ്ങിയപ്പോഴേക്കും അമ്മൂസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ ചെരുപ്പൊക്കെ ഊരി വണ്ടി കൊണ്ടുപോയി വെക്കാൻ പോവാണ് കേട്ടോ. ഈ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് അമ്മൂസിനെ കൊണ്ടുപോകാൻ പറ്റിയ ആകെ 2 സ്ഥലങ്ങൾ ഈ ഒരു കടപ്പുറവും പിന്നെ നമ്മൾ പോകുന്ന പാർക്കും, അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ അങ്ങ് തിരുവനന്തപുരം വരെ പോകണം. തിരുവനന്തപുരത്തേക്ക് നമുക്കൊരു 1.5 മണിക്കൂർ ഒക്കെ ദൂരമുണ്ട്. സ്കൂട്ടിക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളെപ്പോഴും ഈ കടപ്പുറത്തും പാർക്കിലും മാത്രമാണ് നമുക്ക് പോരാനായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എറണാകുളം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ എറണാകുളം എന്ന് പറയുമ്പോൾ നമുക്ക് പോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ. ബീച്ചായാലും പാർക്കായാലും സിനിമാ തിയേറ്റർ ആയാലും. എൻ്റെ പൊന്നെ ഭയങ്കര ഒരു ഓർമ്മ തരുന്നൊരു സംഭവമാണ് നാടെന്ന് പറഞ്ഞാൽ. ഇവിടെ എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. എനിക്ക് നിൽക്കാനായാലും ആൾക്കാരുടെ സ്വഭാവമായാലും എന്തോ ഭയങ്കര വ്യത്യാസമുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ് ഇവിടെ. ആൾക്കാരെ കുറ്റം പറയുന്നല്ല കേട്ടോ. പക്ഷേ അവർ ജനിച്ച് വളർന്ന രീതി അങ്ങനെ ആയിരിക്കാം. പക്ഷെ നമ്മൾ വളർന്ന രീതി വ്യത്യാസമാണ്. നമ്മൾ എല്ലാവരോടും ഭയങ്കരമായിട്ട് മിങ്കിളായിട്ട് എല്ലാവരായിട്ടും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഇവിടേക്ക് അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ബീച്ചിലെത്തിയപ്പോഴേക്കും അമ്മൂസ് പിന്നെ ഓട്ടമായിരുന്നു. അതിനിടയിൽ ചേട്ടായിയുടെ ഒരു പരിചയക്കാരെ കണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ അങ്ങ് പോവാമെന്ന് വിചാരിച്ച് അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം അമ്മൂസിനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്മൂസ് ഭയങ്കര വയലൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ അവരിതിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ചെരുപ്പ് ഊരണ്ട, നമുക്ക് അങ്ങ് അവരുടെ അടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് എത്തിയിട്ടോ. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. 7 മാസമായ ഒരു കുഞ്ഞും പിന്നെ അമ്മൂസിൻ്റെക്കാളും 2 വയസ്സ് മൂത്താണ് ആ കൊച്ചിനെട്ടോ. അപ്പോൾ ചേട്ടായിയും ഞങ്ങളും എല്ലാവരും കൂടി അമ്മൂസിനെ പിടിച്ചാൽ കിട്ടാണ്ടായിരുന്നില്ലേ. കുറേ ചീത്തയൊക്കെ പറഞ്ഞ് തല്ലിയിട്ടായാലും കടൽ കണ്ടപ്പോൾ അമ്മൂസിൻ്റെ സ്വഭാവം ആകെ മാറി. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും അമ്മൂസിനെ ബീച്ചിലോട്ടൊന്നും കൊണ്ടുപോകില്ല. ഇവള് ഭയങ്കര നമ്മളുടെ പ്രതീക്ഷിക്കില്ലല്ലോ അമ്മൂസ് എപ്പോഴാണ് അങ്ങോട്ട് ഓടിപ്പോണേന്നൊക്കെ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് കണ്ട് സന്തോഷിക്കാനുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ ബന്ധുക്കളെല്ലാവരും. അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിച്ചും ഒക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. എന്നാലും സന്തോഷത്തിനായാലും നമ്മൾ അധികം പൈസ ചിലവാക്കാണ്ട് നമ്മൾ നമ്മളുടെ ജീവിതം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അവൾ ഓടി, എൻ്റെ കൈ വിട്ട് ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടായി ഓടിച്ചെന്ന് പിടിച്ചു. ഞാൻ പിന്നെ പറയും, ഞാൻ നിങ്ങളുടെ മോളെ പിടിക്കുന്നില്ല, ഞാൻ വീഡിയോ എടുത്തോളാം, നിങ്ങളുടെ മോളെ പിടിച്ചോന്ന്. പിന്നെ അവിടെ ഇരുത്തി ചേട്ടായി നല്ല തല്ലും പിച്ചൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി മണ്ണിലൊക്കെ കളിപ്പിച്ച് നല്ല രീതിയിൽ ഇരുട്ടായിട്ടോ. നമ്മൾ ഫോണിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇത്തിരി വെട്ടമുള്ളത്. ഇത്രയും വെട്ടമൊന്നുമില്ല, കുറച്ചും കൂടി ഇരുട്ടായി. അമ്മൂസിനപ്പോൾ നല്ല വലിയ തിര വരുമ്പോൾ മുക്കി കുളിപ്പിച്ചെടുക്കാൻ നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് ചേട്ടായി. തിര വരുമ്പോൾ മുക്കി കുളിപ്പിക്കുകയാണ്. പക്ഷേ അവൾ ആ ഒരു ക്ലിയർ വെള്ളം മാറി കഴിയുമ്പോൾ പിന്നെയും അവളുടെ മേത്ത് പിന്നെയും മണ്ണ് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ മുക്കി കുളിപ്പിച്ചിട്ട് നമുക്കങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇവൾ നമുക്ക് ഭയങ്കര ടെൻഷൻ തരുന്നൊരു സ്വഭാവമാണ്. ഭയങ്കരമായിട്ട് കരയും, കടലിൽ നിന്ന് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയും. പിന്നെ ചേട്ടായി ഉണ്ടെങ്കിൽ എനിക്ക് ഇവൾ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ നിൽക്കില്ല, ഈ ആൾ നമ്മുടെ കയ്യിൽ നിൽക്കേയില്ല. എനിക്കിങ്ങനെ അവളെ തല്ലിയാലും ചീത്ത പറഞ്ഞാലും, ഞാൻ എത്ര തല്ലിയാലും ചീത്ത പറഞ്ഞാലും അവൾ കേൾക്കേയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പോൾ വലുതാകുമ്പോൾ ശരിയാവുമെന്ന് ഇപ്പോൾ നേഴ്സറിയിലെ ടീച്ചറും ഇപ്പോൾ കണ്ട ചേച്ചിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. കടലിന് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാണ്. കുറച്ചധികം നേരം നിന്നു കേട്ടോ. അപ്പോൾ അവർ കൊച്ചിൻ്റെ ഡ്രസ്സൊക്കെ നനഞ്ഞുകൊണ്ട് അതൊക്കെ കഴുകി ഉണക്കിയിട്ടൊക്കെ വരുന്നുള്ളൂ. നമ്മളെന്തായാലും പോവാണ്. നമ്മൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ചേട്ടായിക്കും എനിക്കും ചോക്കോ ബാർ വാങ്ങിച്ചു. അമ്മൂസിന് മറ്റേ കോൺ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പക്ഷെ അമ്മൂസിൻ്റെ കോൺ ഐസ്ക്രീം ഞാനാണ് കഴിക്കുന്നത്. അത് ഇങ്ങനെ മെൽറ്റായിട്ട് ഒഴുകി പോകുന്നതുകൊണ്ട് അത് ഞാൻ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ചോക്കോ ബാറൊക്കെ പഴയ രുചിയൊന്നുമില്ല, ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ്. നമ്മുടെ എന്താ പറയുക, കാപ്പിപ്പൊടിയുടെയൊക്കെ രുചിയാണ് ചോക്കോ ബാറിന്. പണ്ടത്തെ ഒരു ടേസ്റ്റേ ഐസ്ക്രീമുകൾക്ക് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പോൾ കടയിലെ ആൾ ചോദിച്ചായിരുന്നു, ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് നിങ്ങൾ ഈ നാട്ടുകാരല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ എവിടെ ചെന്നാലും നമ്മളുടെ എറണാകുളം സ്ലാങ്ങിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ആര് കേട്ടാലും ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ഏത് നാട്ടുകാരാണ്. പക്ഷേ ചേട്ടായിയുടെ സംസാരമൊക്കെ ഈ നാട്ടിലത്തെ രീതിയിൽ ഇത്തിരി നീട്ടി വലിച്ചൊക്കെ കുറുക്കി ഒക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ടുള്ള ഞങ്ങളുടെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരുപാട് സന്തോഷമായി. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ബൈ.